സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക ഉറങ്ങിക്കൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. രാധികയുടെ സ്വപ്നത്തിലാണെങ്കിൽ വരുണും രാധികയും മൊത്തമുള്ള പ്രണയ നിമിഷങ്ങളാണ് വീണ്ടും വീണ്ടും വരുന്നത്. ആ കാടിൽ വെച്ച് രാധികയുടെ പിന്നാലെ വരുൺ ഓടി വരുന്നതും രാധികയെ ചേർത്ത് പിടിച്ച് ഉമ്മവാക്കാനായിട്ട് വരുന്നതൊക്കെ കണ്ട് പെട്ടെന്ന് തന്നെ രാധിക ഉറക്കത്തിൽ നിന്ന് എണീക്കുവാണ്. എൻ്റെ ഈശ്വര, എന്താ ഇതൊക്കെ? എന്തിനാ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും ഈ ചിന്തകൾ തന്നെ വരുന്നത്? അങ്ങനെ പറഞ്ഞ രാധിക ഉറക്കം നഷ്ടപ്പെട്ട് ടെൻഷനോട് കൂടി പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ അവിടെ പുറത്തുള്ള ഒരു പൈപ്പിൽ മുഖമൊക്കെ കഴുകിയിട്ട് രാധിക അവിടെ നിന്ന് ആലോചിക്കുക, ഭഗവാനെ, എൻ്റെ മനസ്സിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം മായച്ചു കളയണേ. വരുണിനെ കുറിച്ചുള്ള എല്ലാ ചിന്തയും എൻ്റെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കണേ. അതുപോലെ ഇന്നലത്തെ രാത്രിയിൽ വരുണനെ കെട്ടിപ്പിടിച്ച് കിടന്നത് അത് വരുണിൻ്റെ മനസ്സിൽ നിന്ന് മായച്ചു കളയണേ. അങ്ങനെയൊക്കെ പറഞ്ഞ് രാധിക മുമ്പോട്ട് നടക്കുവാണ്. പെട്ടെന്ന് രാധിക അവിടെ കാല് വഴുതി വീഴാൻ പോകുമായിരിക്കും. ആ സമയം വരുൺ അവിടെ വന്ന് രാധികയെ താങ്ങി പിടിക്കുവാണ് കേട്ടോ. അന്നേരം രാധിക വരുണിനോട് പറയണേ, വിട് വിട് വരും, എൻ്റെ ദേഹത്ത് പിടിക്കണ്ട. അവിടെ നിൽക്കടോ, താനെന്താ ഈ സമയത്ത് ഇവിടെ? മനസ്സിലായി, എന്നെ കാണാൻ വന്നതാണല്ലേ? അല്ല വരും, വിട്. ഈ സമയം അതുവഴി പാസ് ചെയ്തു പോകുന്ന ഉർവശി വരുണും രാധികയും കൂടി ഒന്നിച്ച് നിൽക്കുന്നതും വരുൺ രാധികയുടെ ദേഹത്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതും ഒക്കെ കാണുവാണ്. അതുകൊണ്ട് ഉർവശി കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ അവിടെ മറഞ്ഞു നിന്ന് അവരെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും കേട്ടോ. ഈ സമയം വരുൺ രാധികയോട് പറയണേ, അതെ, തൻ്റെ ദേഹത്ത് പിടിക്കാനുള്ള അവകാശമൊക്കെ എനിക്കുണ്ട്. താനേ എൻ്റെ ഭാര്യയാണ്. മര്യാദയ്ക്ക് വീട് വരും. ഞാൻ ഒച്ച ഉണ്ടാക്കുകയെ വിളിച്ച് ആളെ കൂട്ടും. ആണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഞാനപ്പോൾ എല്ലാവരുടെ മുമ്പ് വെച്ച് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും. എനിക്കും അത് തന്നെ ഇഷ്ടം. അങ്ങനെ പറഞ്ഞ് വരുൺ വീണ്ടും രാധികയെ ചേർത്ത് പിടിക്കുവാണ്. ഈ നിൽക്കുന്നത് എൻ്റെ പെണ്ണാണെന്ന് പറയും. ഇന്നലെ രാത്രി തന്നെ ഞാൻ കെട്ടിപ്പിടിച്ചല്ലേ കിടന്നുറങ്ങിയതും. അപ്പോളെ ഒരു രസമുണ്ടായിരുന്നു. അത് കേൾക്കുന്നതും രാധിക ചോദിക്കണേ, എന്ത് രസം? എന്താ, ഇന്നലെ എന്നെ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് രാധിക ടെൻഷനോട് കൂടി വരുണിനോട് ചോദിക്കുക. ആ സമയം വരുൺ ചിരിക്കുവാണ് കേട്ടോ. അന്നേരം രാധിക വീണ്ടും ചോദിക്കണേ, പറ വരുൺ, എന്താ ഇന്നലെ ഉണ്ടായത്? ഈ സമയം ഇത് കണ്ട് വേഗം തന്നെ ഉർവശി എല്ലാവരും അറിയിക്കാനായിട്ട് അവിടെ നിന്നും ഓടിപ്പോകുവാണ്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, രണ്ടിൻ്റെ കള്ളക്കളി ഇന്ന് തന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പൊളിക്കണം. അങ്ങനെ പറഞ്ഞ് നേരെ ചെല്ലുന്നത് പത്മിനിയുടെ പരമേശ്വരൻ്റെ റൂമിലേക്കാണ്. അങ്ങനെ റൂമിൻ്റെ വാതിൽ വന്ന് തട്ടുവാണ് കേട്ടോ. ഈ സമയം പരമേശ്വരനും പത്മിനിയും നല്ല ഉറക്കമായിരിക്കും. അങ്ങനെ അവർ രണ്ടാളും ഉറക്കത്തിൽ നിന്ന് എണീക്കുവാണ്. അന്നേരം പത്മിനി പറയണേ, ഏട്ടൻ കൂടെ കിടന്നാൽ മതി, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ചിലപ്പോൾ പ്രിയങ്ക മോളായിരിക്കും, അവൾക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞ് പത്മിനി പോയി വാതിൽ തുറക്കുവാണ്. എന്താ ഉർവശി, എന്താ ഈ സമയത്ത്? എൻ്റെ ഏട്ടത്തി, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അവിടെ പുറത്ത് ആ വരുണിൻ രാധികയെ നിന്ന് സല്ലപിക്കുന്നു. ഞാൻ കണ്ടപ്പോഴേ വരുണ രാധികയെ ചേർത്ത് പുണർന്ന് പിടിച്ചിരിക്കുമായിരുന്നു. ഇതൊക്കെയാണ് ഒരു കുടുംബത്തിൽ നടക്കുന്നത്. അതേക്കുന്നതും പത്മിനി ഉർവശിയോട് ദേഷ്യപ്പെടുക. ഉർവശി, നിനക്ക് ആ കുട്ടിയെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഒരുമാതിരി ഇല്ലാത്ത കാര്യങ്ങളൊന്നും വിളിച്ചു പോയി പറഞ്ഞ് നടക്കരുത്. വരുണിനെയും ആ കുട്ടിയും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിന്റെ അസൂയ കുശുമ്പോന്നിവിടെ എൻ്റെ അടുത്തെടുക്കാൻ നിൽക്കേണ്ട. അയ്യോ എൻ്റെ ഏട്ടത്തി, ഞാൻ പറഞ്ഞത് സത്യമാണ്. അല്ലാതെ ഈ പാതിരാത്രി ഏട്ടത്തിയെ വിളിച്ചുകൊണ്ടിട്ട് ഇങ്ങനൊരു കാര്യം പറയാൻ എൻ്റെ തലക്കെന്താ ഓളമുണ്ടോ? എനിക്ക് പണ്ട് തൊട്ടേ ഈ ഒരു കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. പലപ്പോഴും രാധിക ഇവിടെ നിർത്താൻ വാശി പിടിക്കുന്നത് വരുണല്ലേ? ആ കാര്യം ഏട്ടത്തി ശ്രദ്ധിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ തന്നെ ഭാര്യയുടെ ചേച്ചി ഇവിടെ പിടിച്ചു നിർത്തുന്നത് എന്തിനാണ്? അതൊക്കെ എവിടെയെങ്കിലും നടപ്പുള്ള കാര്യമാണോ? ഏട്ടത്തി ഇപ്പം എൻ്റെ കൂടെ വന്നാൽ രണ്ടിനെ കൈയോടെ പിടിക്കാം. ഇതെങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. അത് അല്ലെങ്കിലും ഏതെങ്കിലും ഒരു നല്ല കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? അവൻ്റെ ഭാര്യ ആ പാവം പെണ്ണ് അവിടെ റൂമിൽ കിടക്കുമ്പോൾ അവൻ ചേച്ചിയുമായിട്ട് അഴിഞ്ഞാടുന്നു. ഈ സമയം പത്മിനിക്ക് ദേഷ്യം വരിക. ഉർവശി, നീ അതിര് കിടക്കുന്നുണ്ട്. ഏട്ടത്തി എൻ്റെ കൂടെ വാ, അപ്പോൾ രണ്ടാളിനെയും കൈയോടെ പിടിക്കാമല്ലോ. അന്നേരം ഏട്ടത്തിക്ക് മനസ്സിലാവും ഞാനായിരുന്നു ശരിയെന്ന്. ശരി, ഞാൻ നിൻ്റെ കൂടെ വരാം. പക്ഷേ അവിടെ അവരെ കണ്ടില്ലെങ്കിലുണ്ടല്ലോ, പിന്നെ ഞാൻ നിന്നെ ശരിയാക്കും. അന്നേരം ഉർവശി പറയണേ, അവരവിടെ തന്നെ ഉണ്ടാകും. അവരവിടെ ഇല്ലെങ്കിൽ ഏട്ടത്തിനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, വേഗം വാ എന്നും പറഞ്ഞ് പത്മിനിയെയും കൂട്ടി ഉർവശി പുറത്തേക്ക് എത്തുവാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തുമ്പോൾ അവരാരെയും കാണുന്നില്ല. അയ്യോ, അവരിവിടെ കുറച്ച് മുമ്പ് ഒരു ഉണ്ടായിരുന്നേയുള്ളൂ. എവിടെ? എന്നിട്ട് എവിടെ പോയി? ചിലപ്പോൾ നമ്മൾ വരുന്ന കൊണ്ട് ഇവിടെ എവിടെയെങ്കിലും മറിഞ്ഞു നിൽക്കുമായിരിക്കും. എന്താണെങ്കിലും ഇവിടെ നിന്ന് മറ്റെങ്ങോട്ടും പോകാൻ സാധ്യതയില്ല. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഉർവശി അവിടെ എല്ലാം നോക്കുവാണ്. എന്നാൽ അവിടെയൊന്നും അവരെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഉർവശി നിരാശയോട് നിൽക്കുവാണ്. ഈ സമയം പത്മിനി പറയണേ, ഞാൻ അപ്പോഴേ പറഞ്ഞതില്ലേ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞു നടക്കരുതെന്നും. എന്നിട്ടിപ്പോൾ എന്തായി? ഈ സമയം ഉർവശി പറയണേ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ രാധികയുടെ റൂമിൽ പോയി നോക്കാം. എന്താണെങ്കിലും അവൾക്കും അവനും അകത്തേക്കൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടാവില്ല. റൂമിൽ രാധികയില്ലെങ്കിൽ അതിനർത്ഥം അവൾ ഇവിടെ എവിടെയോ തന്നെ ഒളിച്ചിരിപ്പുണ്ടെന്നാണ്. ഏട്ടത്തി ഒന്ന് വന്നേ. ഞാനില്ല ഏട്ടത്തി, എനിക്കിത് തെളിയിച്ചേ പറ്റൂ. ഏട്ടത്തി ഇന്ന് വാ. ശരി, ഞാൻ നിൻ്റെ കൂടെ വരാം. എനിക്ക് അവർ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, നിൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി മാത്രം.
അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും കൂടി രാധികയുടെ റൂമിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ പത്മിനി ഡോറ് തുറന്ന് നോക്കുമ്പോൾ റൂമിൽ കിടന്നുറങ്ങുന്ന രാധികയെ ഇരിക്കോട്ടോ കാണുന്നത്. അതുകൊണ്ട് ഉർവശി ആകെ ഞെട്ടിപ്പോകുക. ദേ കണ്ടില്ലേ, രാധികയിൽ കിടന്നുറങ്ങുന്നത്. ഇപ്പം നീ എന്താ പറയുന്നത്? അന്നേരം ഉർവശിക്കും എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. ഈ സമയം ഉർവശി പറയണേ, ഇതവളുടെ കള്ളുറക്കമായിരിക്കും, ഞാനിപ്പം തന്നെ ചെന്ന് അവളെ വിളിക്കാം. അന്നേരം പത്മിനി തടയുക. ഉർവശി വേണ്ട, ദേ ഇക്കാര്യം ബാക്കിയുള്ളവരറിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിനാണ് നാണക്കേട്. മര്യാദക്ക് വന്നേ. ഇനി ഇതുപോലുള്ള കാര്യങ്ങളും പറഞ്ഞ് മേലാൽ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. അല്ല എടുത്തി, എന്നാൽ നമുക്ക് വരണിൻ്റെ റൂമിൽ കൂടി നോക്കിയാലോ? ദേ ഉർവശി, അവനെ അവിടെ എൻ്റെ ഭാര്യയുമായിട്ട് താമസിക്കുന്ന റൂമാണ്. രാത്രി ആ സമയത്ത് അവരുടെ റൂമിൻ്റെ വാതിൽ തട്ടി വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിനക്ക് വേറെ പണിയൊന്നുമില്ല ഉർവശി. അങ്ങനെ പറഞ്ഞാൽ പത്മിനി ദേഷ്യത്തിൽ റൂമിലേക്ക് തിരിച്ചു പോകുവാണ് കേട്ടോ. അങ്ങനെ ഉർവശിയാണെങ്കിൽ ആകെ നാണം കിട്ടി നിൽക്കുവാണ്. ഈ സമയം അവർ പോയതറിഞ്ഞ് ആശ്വാസത്തോടെ രാധികയോടെ എണീറ്റിരിക്കുവാണ്. എന്നിട്ട് കുറച്ച് മുമ്പ് നടന്ന കാര്യങ്ങൾ ആലോചിക്കുവാണ് കേട്ടോ. അന്നേരം ഇന്നലെ രാത്രിയിൽ ഒരു രസം ഉണ്ടായിന്ന് വരുൺ പറയുമ്പോൾ രാധിക എന്താണ് ആ കാര്യം എന്ന് വരുണിനോട് ചോദിച്ചിരിക്കുക. പെട്ടെന്ന് തിരിയുമ്പോഴായിരിക്കും കേട്ടോ ആരോ ഒരാൾ അകത്തേക്ക് വേഗം കയറിപ്പോകുന്നത് രാധിക കാണുന്നത്. അന്നേരം രാധിക വരുണിനോട് പറയണേ, അയ്യോ വരുൺ, ദേ ഇവിടുന്ന് ഇപ്പോൾ ആരോ അങ്ങോട്ട് പോയി, അത് ചെറിയമ്മയോ കൽപ്പന എടുത്തിയാണെന്ന് തോന്നുന്നു. അന്നേരം വരുണത് തന്നെ പറ്റിക്കാൻ പറയാമെന്ന് വിചാരിക്കുവാണ്. ദേ താൻ എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ കള്ളൊന്നും പറയണ്ട, തന്നെ ഞാൻ വിടാൻ പോകുന്നില്ല. അയ്യോ സത്യം വരും ഞാൻ പറയുന്നത്, ആരും ഇവിടെ നിന്ന് കയറിപ്പോകുന്നത് കണ്ടതാ. ഏട്ടത്തെയോ ചെറിയമ്മയാണെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന കാര്യം എല്ലാവരും വിളിച്ചറിയിക്കും, നമ്മളെല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തും. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്, താനിങ്ങ് വാ എന്ന് പറഞ്ഞ് രാധികയും കുട്ടി വരണം അവിടെ നിന്ന് പോകുവാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ടെൻഷനോട് കൂടി ഇരിക്കുവാണ് കേട്ടോ രാധിക. പിന്നീട് കാണിക്കുന്നത് റൂമിൽ തിരിച്ചെത്തുന്ന പത്മിനിയാണ്. അന്നേരം പരമേശ്വരൻ ചോദിക്കണേ, എന്തായി, പ്രിയങ്കമോളാണോ വിളിച്ചത്? അല്ല, ഉർവശിയോ? അവളെന്തിനാ ഇപ്പം തന്നെ വിളിച്ചത്? അതോ അതെ, ഒരു പണ്ട് നടന്ന വിവാഹത്തിൻ്റെ കാര്യം ചോദിക്കാനോ? അവിടെ ആ പെൺകുട്ടിയാണ് ഞാൻ ആഭരണങ്ങളെക്കുറിച്ചും അതെവിടെ നിന്നാണ് വാങ്ങിച്ചതും എന്നൊക്കെയാണ് അവൾ ചോദിച്ചത്. അതേട്ടാ പരമേശ്വരൻ പറയണേ, ഈ ഉർവശിയുടെ ഒരു കാര്യം അസൂയക്കും കുശ്മീരും മരുന്നില്ല എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതിനെക്കുറിച്ചൊന്നും ഇനി ആലോചിക്കണ്ട, നമുക്ക് കിടക്കാം എന്നും പറഞ്ഞ പത്മിനി കിടക്കുവാണ്. ഈ സമയത്ത് പത്മിനി വീണ്ടും ഉർവശി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക. എന്നാലും ഉർവശി എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത്? രാധികയും വരണം ഒരിക്കലും തെറ്റ് ചെയ്യില്ല. അങ്ങനെ ആലോചിച്ചിരിക്കുകയാണോ പത്മിനി. അന്നേരം പരമേശ്വരൻ ചോദിക്കണേ, താനെന്താണോ ഈ ആലോചിക്കുന്നത്? താനും ആഭരണത്തെയും പണത്തെയും കുറിച്ച് ആലോചിക്കുവാണോ? അതൊന്നുമല്ല, ഉർവശിക്ക് ഈ രാത്രിയിൽ തന്നെ ഇങ്ങനത്തെ ഓരോ സംശയങ്ങൾ ചോദിക്കണമെന്ന് ആലോചിക്കുമായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം കാറിലിരുന്ന് സംസാരിക്കുന്ന ഐശ്വര്യനെയും സോണിയനെയുമാണ്. ഐശ്വര്യ പറയുക, ഇന്ന് ഞാൻ രാധികയെ കൊണ്ട് എന്നെ അമ്മയെന്ന് വിളിപ്പിച്ചിരിക്കും. എന്താ സോണിയെ, നിനക്കതിലെന്തോ ഒരു വിശ്വാസക്കുറവുള്ള പോലെ? അന്നേരം സോണിയ പറയണേ, മാഡത്തിൻ്റെ ഐഡിയ ഒക്കെ നല്ലതാ, പക്ഷേ അത് അപ്ലൈ ചെയ്യുന്ന ആൾ മാറിപ്പോയിന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം രാധിക ഒരു ഉറച്ച മനസ്സിരിപ്പുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ ഒരിക്കലും ആ ദേവനാരായണ തിരുമേനിയെയും അവളുടെ അമ്മേനെയും വിട്ട് മാഡത്തിൻ്റെ അരികിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല. സാക്ഷാൽ ശ്യാമ മാഡം തന്നെ അവളുടെ അമ്മയാണെന്ന് പറഞ്ഞാലും അവൾ അവളുടെ അച്ഛനെയും അമ്മയും വിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നേരം ഐശ്വര്യ പറയണേ, സോണിയ കണ്ടോ, ഇന്ന് തന്നെ ഞാൻ അവളെ കൊണ്ട് എൻ്റെ അമ്മയെന്ന് വിളിപ്പിച്ചിരിക്കും. ഈ സമയത്തായിരിക്കോട്ടെ രാധിക നടന്നു വരുന്നത് അവർ കാണുന്നത്. അങ്ങനെ ഐശ്വര്യ കാറിൽ നിന്നും പുറത്തിറങ്ങുവാണ്. ഐശ്വര്യയെ കാണുന്നതും രാധിക മൈൻഡ് ചെയ്യാതെ മുമ്പോട്ട് നടക്കുമായിരിക്കും. അന്നേരം ഐശ്വര്യ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ഈ സമയം രാധിക പറയണേ, നിങ്ങൾ എന്തിനെന്നെ കാണാൻ വരുന്നത്? ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് നിങ്ങളിങ്ങനെ കൂടെ എന്നെ കാണാൻ വരുന്നതും എന്നെ കൂട്ടി ഓരോ സ്ഥലത്തേക്ക് പോകുന്നതും സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമല്ല. മോളെ, ഞാൻ നിൻ്റെ അമ്മയല്ലേ, ഒരമ്മക്ക് സ്വന്തം മകളെ കാണാൻ തോന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സും അടുപ്പവും നിങ്ങളോട് തോന്നിയിട്ടില്ല. നിങ്ങൾ എൻ്റെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കണം. നിങ്ങൾ ഇനി കാണാൻ വരരുത്, അതാണ് ചെയ്യേണ്ടത്. മോളെ, നിനക്ക് ഈ അമ്മയെ ഒരിക്കലെങ്കിലും അമ്മയെന്ന് വിളിക്കണമെന്ന് തോന്നിയിട്ടില്ലേ? ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. മോളെ, നിന്നെ കാണാതെ ഒരു നിമിഷം പോലും ഈ അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഈ സമയം സോണിയൻ പറയണേ, ഇപ്പോൾ കുറേ ദിവസമായിട്ട് മാഡം മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കുന്നില്ല. അന്നേരം രാധിക ചോദിക്കുക, ഞാൻ പറഞ്ഞു ഇവരോട് ഭക്ഷണം കഴിക്കണ്ടെന്ന്. അല്ലെങ്കിൽ തന്നെ എന്നെ കാണാതായിട്ട് ഇത്രയും നാളായില്ലേ, ഇതുവരെ ഇവർ ജീവിച്ചില്ലേ, ഭക്ഷണം കഴിക്കാതെ തീർന്നിട്ടില്ലല്ലോ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇവരിതുപോലെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കില്ലായിരുന്നല്ലോ. അന്നേരം ഐശ്വര്യ സങ്കടത്തോട് പറയണേ, ശരിയാ, ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടൊന്നും മോൾക്കറിയില്ല. എൻ്റെ മോൾക്ക് എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒരു നിമിഷം പോലും ഈ ഭൂമിയിലെ ജീവനോടിരിക്കില്ല. അങ്ങനെ പറഞ്ഞ് ഐശ്വര്യ പാലത്തിൻ്റെ അരികിലേക്ക് ഓടുവാണ് കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ മുമ്പോട്ട് നടക്കുമായിരിക്കും. അന്നേരം ഐശ്വര്യ ആ പാലത്തിൻ്റെ മീതേക്ക് കയറി ചാടാൻ നിൽക്കുവാണ്. അത് കാണുന്നതും സോണിയും ആൾക്കാരൊക്കെ ഓടിക്കൂടുക. മാഡം താഴെ ഇറങ്ങും മാഡം. ഇല്ല സോണിയ, ഞാനിനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ്
അതിൻ്റെ മുമ്പിൽ നിന്ന് ചാടാൻ നിൽക്കുവാണ് കേട്ടോ. പെട്ടെന്ന് രാധിക തിരിയുമ്പോഴായിരിക്കും ഈ കാഴ്ച കാണുന്നത്. അതുകൊണ്ട് രാധികയും ടെൻഷനോടെ ഐശ്വര്യയുടെ അരികിലേക്ക് ഓടി വരുക. അമ്മേ താഴെ ഇറങ്ങമ്മേ, അമ്മേ അമ്മയോടാ പറഞ്ഞത് താഴെ ഇറങ്ങാൻ എന്ന് പറഞ്ഞ് ഐശ്വര്യയെ താഴേക്ക് പിടിച്ചിറക്കുവാണ് കേട്ടോ രാധിക. അങ്ങനെ രാധിക തന്നെ അമ്മയെന്ന് വിളിച്ചു പറഞ്ഞ് ഐശ്വര്യ തൻ്റെ പ്ലാൻ വിജയിച്ചതിൻ്റെ സന്തോഷത്തിൽ രാധികയെ ചേർത്ത് പിടിക്കുവാണ്. അങ്ങനെ രാധികയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഐശ്വര്യയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്